വെൽക്കം ടു അറ്റീസ് കാർട്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായി അറ്റീസ് ഒരുക്കുന്നു അറ്റീസ് കാർട്ട്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഗൂഗിൾ ക്രോമിൽ attiscart.com എന്ന് എൻ്റർ ചെയ്യുക. ഒരു ന്യൂ യൂസറിന് വേണ്ടിയുള്ള പ്രൊഫൈൽ ക്രിയേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി സൈൻ ഇൻ പേജിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്രിയേഷനുള്ള പേജ് വിസിബിൾ ആകും. അതിൽ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ നെയിം, മെയിൽ ID, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഏത് സപ്ലയറിൽ നിന്നാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത് ആ സപ്ലയറിനെ സെലക്ട് ചെയ്യുക. മെയിൻ വിൻഡോയിൽ സെർച്ച് ഓപ്ഷനിൽ ഐറ്റം സെർച്ച് ചെയ്യാം. ന്യൂ അറൈവൽസ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പുതിയ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് ഫിൽട്ടർ ആകും. ഓഫർ പ്രൊഡക്ട്സ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഓഫേഴ്സ് ഉള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് ഫിൽട്ടർ ആകും. കാറ്റഗറി വൈസും മാനുഫാക്ചർ വൈസും ഫിൽട്ടർ ചെയ്യാം. ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിൻ്റെ താഴെ കാണുന്ന ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം, റിമാർക്കും മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ MRP, മാർജിൻ, റേറ്റ് എന്നിവ കാണിക്കുന്നതാണ്. അതിനുശേഷം ആഡ് ഐറ്റം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓർഡേഴ്സ് ചെയ്ത പ്രൊഡക്റ്റ് കാണാനായി വിൻഡോയുടെ മുകളിൽ കാണുന്ന വ്യൂ കാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. കൺഫേം ഓർഡർ ക്ലിക്ക് ചെയ്യുക. ഓർഡർ കൺഫേം ആകുന്നതാണ്. ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ ഉള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്താൽ മെനു ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഡീറ്റെയിൽസ് അറിയാൻ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അതിൽ എത്ര ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് എല്ലാം കാണാവുന്നതാണ്. അതുകൂടാതെ ക്യുമുലേറ്റീവ് ടോട്ടൽ നോക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത സപ്ലയറിനെ കോൺടാക്റ്റ് ചെയ്യാനായി മുകളിൽ കാണുന്ന ഫോൺ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് സപ്ലയർക്ക് കോൾ പോകുന്നതാണ്. സപ്ലയറിനെ ചേഞ്ച് ചെയ്യാൻ മുകളിൽ കാണുന്ന ഐക്കണിൻ്റെ അകത്ത് സപ്ലയർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു സപ്ലയറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.